ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തും ലേഖയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ട്രിപ്പിലേക്ക് പോയിട്ടുണ്ട്. അനന്തുവിൻ്റെയും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ ലേഖയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം തന്നെയായിരിക്കും എന്ന്. കാരണം ഇവരൊക്കെ ഇങ്ങനെ ഒത്തൊരുമിച്ച് പോകാന്നുള്ളത് ഇവരൊക്കെ കുറേ കാലത്തെ സ്വപ്നമാണ്. അതുപോലെ തന്നെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഇത്രയും നാളത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വീടൊക്കെ വിട്ട് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ മഹാലക്ഷ്മിനെയും കൂടി എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പൊക്കെ പോവുക, മഹാലക്ഷ്മിനെ എല്ലാ സന്തോഷങ്ങളും കൊണ്ടും മൂടി പൊതിയാന്നൊക്കെ ഉള്ളത് കണ്ണൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരാഗ്രഹമാണ്. ആ ഒരു ആഗ്രഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേറെ സന്തോഷവാനാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണേട്ടൻ്റെ എഴുന്നേറ്റ് നടത്തവും ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിലേറെ സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിനുള്ളിൽ അവർക്ക് എവിടെയൊക്കെ ഒരു പേട്ടുണ്ട്, ഇനിയിപ്പോൾ ആരെങ്കിലും അറിയോ, പ്രതാപനും മേഘാതനൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ കരുണയും ദുർഗയും ഉണ്ണിയൊക്കെ എന്തെങ്കിലും ഒരു കൂടോത്രമൊക്കെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ഭയമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരെന്ത് നല്ല രീതിയിൽ സന്തോഷിക്കുന്നുമുണ്ട്. ലേഖ അനന്തമൊക്കെ ആണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഒരു മണിയറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ രണ്ടാളും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങളുടെ സ്വർഗ്ഗത്തിൽ കട്ടുറുമ്പാവുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങളുടെ നിമിഷങ്ങളൊക്കെ ആഘോഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോകുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഈ ഒരു സന്തോഷം തന്നിട്ടുള്ള നിമിഷത്തിൽ മഹാലക്ഷ്മിയോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൻ പറയുന്നുണ്ട്, നീ എന്നത്തേക്കാളും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് മഹി, നിന്നെ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം വരുന്നുണ്ട്. നീ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മാറ്റങ്ങളും സംഭവിക്കില്ല, ഞാൻ ആ വീൽ ചെയറിൽ തന്നെ കിടന്നേനെ. നീ എന്ന് എൻ്റെ ജീവിതത്തിൽ വന്നോ അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നീ മാത്രമാണ് എൻ്റെ ഈ ഒരു മാറ്റത്തിന് കാരണം, നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ മാറാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മിനെ ഒരുപാട് അങ്ങ് നല്ല രീതിയിൽ പൊക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മഹാലക്ഷ്മിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കണ്ണേട്ടൻ്റെ ഈ ഒരു മാറ്റത്തിന് കാരണം താനാണെന്നുള്ള കാര്യം മഹാലക്ഷ്മിക്ക് നല്ല രീതിയിൽ അറിയാം. കാരണം എൻ്റെ അയ്യപ്പനും കൂടിയിട്ടാണ് കണ്ണേട്ടനെ ഈ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവന്നതെന്നും കണ്ണേട്ടനെ ഇത്രത്തോളം സ്നേഹിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ലെന്നൊക്കെ മഹാലക്ഷ്മി ഇങ്ങനെ തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്താണെങ്കിലും മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണേട്ടൻ്റെ കൂടെ ഇങ്ങനെ പോകാനും പറ്റുമെന്ന് മഹാലക്ഷ്മി ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് സന്തോഷവതിയാകുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ ഹണിമൂൺ ട്രിപ്പൊക്കെ വന്നതിൻ്റെ തുടർന്ന് നമ്മുടെ മേഘാതനാണെങ്കിൽ അവരെ പിന്തുടരാനായിട്ട് അവർ പോയിട്ടുള്ള ഓരോ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മി എടുത്തിട്ടുള്ള അതേ ഒരു സ്ഥലത്ത് തന്നെയാണ് റൂം മേഘനാഥനും എടുത്തിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. അതുമാത്രമല്ല, മേഘനാഥൻ അറിയില്ല കണ്ണനും മഹാലക്ഷ്മിയും താൻ താമസിക്കുന്ന അതേ ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളതെന്നും, അല്ലെങ്കിൽ മഹാലക്ഷ്മിക്കും കണ്ണൻ അറിയില്ല മേഘനാഥൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവരെ പിന്തുടർന്ന് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇവരുടെ പിറകെ തന്നെ ഉണ്ടെന്നും മേഘനാഥൻ ഉണ്ടെന്നും ഇവർക്ക് രണ്ടാകും പരസ്പരം അറിയും. മേഘനാഥനാണെങ്കിൽ കള്ളൊക്കെ കുടിച്ച് തീരെ ഒരു ബോധവും ഇല്ലാണ്ടാണ് ഈ റൂമിലേക്ക് കയറി ചെല്ലാൻ നോക്കുന്നത്. ആ ഹോട്ടലിലുള്ള ഹോട്ടലോടും റൂം ബോയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മേഘനാഥൻ ഇങ്ങനെ കാറിൽ നിന്ന് സ്വയം വീഴുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓണർ പറയുന്നുണ്ട് റൂം ബോയിനോട്, നീ എന്ത് ചെയ്തു അവനെ പോയിട്ട് അവൻ്റെ റൂമിലേക്ക് ആക്കിക്കോ, ഇല്ലെങ്കിൽ അവൻ എല്ലാ റൂമിലും പോയിട്ട് എന്ത് ചെയ്യും, അവൻ്റെ റൂമാണെന്ന് കരുതിയിട്ട് ഓരോ റൂമിലുള്ള ആൾക്കാരെയും ശല്യപ്പെടുത്തും, പിന്നെ അത് നമുക്ക് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തോ, നീ അവനെ പോയി അവൻ്റെ റൂമിലേക്ക് ആക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ്റെ അടുത്തേക്ക് റൂം ബോയ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, മേഘനാഥൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മേഘനാഥനാണെങ്കിൽ ആ ഒരു റൂം ബോയിൻ്റെ അടുത്ത് ഓരോ പിച്ചും പായും പറയുന്നുണ്ട്, നിന്നെ ഞാൻ കൊല്ലോടെ കണ്ണാ, നീ എന്ത് ചെയ്തില്ല, എൻ്റെ കൈ കൊണ്ട് നിനക്ക് അവസാനിക്കാം, നിൻ്റെ മഹാലക്ഷ്മിനെ ഒരിക്കലും നിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല, ആ മഞ്ജുവിനെ ഞാൻ എന്ത് ചെയ്യും എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും, ആ സാഗറിനെ ഞാൻ ഇല്ലാതാക്കും, മാർക്കോയെല്ലാം ഇല്ലാതാക്കിയത് ഞാൻ തന്നെ എന്ത് ചെയ്യും, ആ കമലേശ്വര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എൻ്റെ അണ്ടറിലായിരിക്കും ഉണ്ടാവുന്നൊക്കെ ഇങ്ങനെ ആ ഒരു റൂം ബോയിനോട് പറയുന്നുണ്ട്. ആ റൂം ബോയ് ആണൊന്നും മനസ്സിലാവാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ വേഗം തന്നെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.